സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന കനത്ത ചൂട് ഞായറാഴ്ച വരെ തുടരുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ ചൂട് 3 ഡിഗ്രി വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ഞായറാഴ്ച വരെ അതീവ ജാഗ്രത തുടരണമെന്നും അധികൃതർ പറയുന്നു. കനത്ത ചൂടിന് കാരണം എൽ നിനോ പ്രതിഭാസത്തിന്റെ തുടക്കമാകാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതോടൊപ്പം സംസ്ഥാനത്ത് താപസൂചിക പലയിടത്തും 50 ഡിഗ്രിക്ക് മുകളിലാണ്. അതിനാലാണ് കൂടുതൽ പേർക്ക് സൂര്യാഘാതം ഏൽക്കുന്നത്. വേനൽ മഴയ്ക്ക് സാധ്യതയില്ലാത്തതിനാൽ ചൂട് ഇനിയും കൂടാമെന്നാണ് കരുതുന്നത്. ഏപ്രിൽ പകുതിയോടുകൂടിയെങ്കിലും സംസ്ഥാനത്ത് വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകും. അങ്ങനെ വന്നാൽ കേരളം ഉഷ്ണ തരംഗത്തിലേക്കും കൊടും വരൾച്ചയിലേക്കും നീങ്ങുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. സംസ്ഥാനത്തെ വർദ്ധിച്ചു വരുന്ന ചൂട് വ്യാപാര മേഖലയിലെല്ലാം വലിയ ക്ഷീണമാണ് തീർക്കുന്നത്. അസഹനീയമായ ചൂടിനെ കുറിച്ച് എറണാകുളത്തെ ജനങ്ങളുടെ പ്രതികരണം കാണാം. ചൂട് ഈ വർഷത്തെ ചൂട് കൂടുതലാണ്. ചൂട് കൂടുതലായത് കാരണം ഇപ്പോൾ 2 ദിവസമായിട്ട് 2 പണിക്കാർ വന്നിട്ടില്ല. അപ്പോൾ ചൂട് കൂടിയിട്ട് വൊമിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ 2 ദിവസം വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് 2 പേരില്ല, ഒരാൾ വരണ്ടെന്ന് പറഞ്ഞു. കാരണം ചൂട് കൂടി വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് വർക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. ഡ്രസ്സ് വർക്കാണ് എൻ്റെ ജോലി, റൂപ്പിംഗ് വർക്കാണ്. ഇന്ന കാരണം കൊണ്ടിടാമ്പോൾ തന്നെ വൈകുന്നേരമായിട്ട് രാത്രി കിടക്കുമ്പോൾ ഒരു ടേബിൾ ഫാനും പിന്നെ വീട്ടിലുള്ളൊരു ഫാനിട്ടാണ് കിടക്കുന്നത്. ഭയങ്കര ചൂടാണ് എല്ലാ ദിവസവും. എങ്ങനെയുണ്ട് ചൂട് ഈ വർഷം? ചൂട് ഭയങ്കര ചൂടാണ്. പിന്നെ ആൾക്കാർ വരുന്നില്ല, കച്ചവടമില്ല, ഭയങ്കര ചൂട്. ആൾക്കാർ പുറത്ത് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ആലുവായും ഞാനും ഹസ്ബൻഡും കൂടെ കച്ചവടത്തിനാണ് മറണ്ടവരാണ്. ഭയങ്കര അതിശക്തമായ ചൂടാണ്. കച്ചവടം നല്ല ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണില്ല. ഞങ്ങൾ മഴച്ച് കെട്ടിയാണ് ഇപ്പോൾ ചെയ്യണത്. പിന്നെ ആലുവായും ഭയങ്കര ചൂടും രാത്രി നിന്ന് കിടക്കാനും പറ്റണില്ല. അത്ര അതിശക്തമായ ചൂടാണ്. ഇതിനു മുമ്പ് അങ്ങനെ അത്ര ഒന്നും ഉണ്ടായില്ല. ഇപ്പം ഈ 2 ആഴ്ചയപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈയൊക്കെ ഇങ്ങനെ മാന്തി തണർത്ത് മാന്തിട്ടാണ്ട് പൊട്ടി സൂര്യാഘാതം ഏറ്റ പോലെയൊക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ കിടക്കാൻ പറ്റാണ്ട് ചെറിയൊരു AC ഇൻസ്റ്റാളായിട്ട് മേടിച്ച് അത് കിടന്ന പിന്നെയാണ് അതിൻ്റെ ശരീര ചൂടൊക്കെ മാറിയത്. അതുവരെ മാന്തി പൊട്ടി തണർപ്പൊക്കെ വന്നതാണ്. ചൂടെന്ന് പറയുമ്പോൾ ഉച്ച കഴിഞ്ഞാൽ ഏകദേശം ഒരു 11 മണി തൊട്ട് 3 മണി വരെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാ മേഖലയിലും തൊഴിലാളികൾക്ക് പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്ന് അവസാനിക്കുമ്പോൾ എന്തൊക്കെയാവുമെന്നൊന്നും പറയാൻ പറ്റാത്തതാണ്. ഇന്നലെ ഞങ്ങൾ രാവിലെ വീട്ടിൽ വന്നിട്ട് വോട്ടണിച്ചിട്ടില്ല. ചൂട് കാരണം ഇവിടെ വഴിയിൽ ആളില്ല, ബാക്കി വഴിയിൽ ആളില്ല. കാരണം കുഞ്ഞും ഈ കള്ളന്മാരച്ഛന്മാരൊക്കെ വരുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ അത് ഈ തൊഴിൽ മേഖല എന്ന് പറയുമ്പോൾ വോട്ട് മേഖലയിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും അത് ബാധിച്ചു. എന്ന് അവസാനം ഇപ്പോൾ ഇന്ന് രാവിലെ കൂടി TV യിലുണ്ടായിരുന്നത് നാളത്തെയും കൂടി ചൂടുണ്ടാവും എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ എങ്ങനെ അവസാനിക്കുന്നൊന്നും പറയാൻ ഇപ്പോൾ അവർ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമുക്ക് ഇരട്ടി ചൂടാണ്. 32, 34 വന്നിരുന്നാണ് നമ്മുടെ എറണാകുളം 30, 40 വരെ കഴിഞ്ഞു എന്നാണ് റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിനംപ്രതി ചാനലിലും വാർത്താമാധ്യമങ്ങളെല്ലാം കാണുന്നത് അതിൽ തന്നെ. ഇപ്പോൾ ഈ ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട് 2 വൃദ്ധന്മാർ ചൂടേറ്റ് വസതിയായിരുന്നു. പിന്നെ വെള്ളം അതിനെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ വെള്ളം കൂടുതൽ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ലാതെ മാറി ഈ തണലത്തേക്കായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഞാനിപ്പോഴാണ് വോട്ടിൽ നിന്നിട്ട് ഇറങ്ങിയത്. 3:30 പുറത്തോട്ട് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അതുവരെ നല്ല ശക്തിയായിട്ടുള്ള ചൂട്. ഇപ്പോഴും ചൂടിൻ്റെ ഒരു ശക്തി കുറഞ്ഞെന്ന് പറയാൻ പറ്റുള്ളെങ്കിൽ അതിൻ്റെ ഇപ്പോഴും ആ പവർ ഇപ്പോഴും തന്നെ നിൽക്കുകയാണ്. ഏകദേശം വൈകുന്നേരം ആയാലും ഈ ചൂട് തന്നെ, രാത്രി കിടക്കാൻ നേരത്തെ ഈ ചൂട് തന്നെ. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.